75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. ഒരു മഞ്ഞ കളറുള്ള ഒരു ബൈക്ക്. ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചുവിന് മേടിച്ചു കൊടുത്തത്. കിച്ചുവിന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളുടെ പ്രിയപ്പെട്ട താരം കൊല്ലം സുധിയുടെ വിയോഗത്തിന് പിന്നാലെ കുടുംബത്തിൽ ഉടലെടുത്ത തർക്കങ്ങൾ ഇപ്പോൾ തെരുവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സുധിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് മകൻ കിച്ചുവിന് ബൈക്ക് വാങ്ങിയെന്നും ഇതിന് പിന്നിൽ വലിയ ചതിയുണ്ടെന്നും രേണു സുധിയുടെ പുതിയ വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയയിൽ സുധിച്ചേട്ടൻ്റെ കുടുംബം എന്നും സ്നേഹത്തോടെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ആ സ്നേഹത്തിന് പിന്നിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രേണുസുധി പറയുന്നത് ഇങ്ങനെയാണ്: സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെ പണം കിച്ചുവിന് ബൈക്ക് വാങ്ങാനായി താൻ ഉപയോഗിച്ചുവെന്നും ആ പണം അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായാണ് താൻ ഉപയോഗിച്ചതെന്നും തൻ്റെ കുടുംബത്തിലുള്ള മറ്റാരും ആ പൈസ എടുത്തിട്ടില്ല എന്നുമാണ് രേണു പറയുന്നത്. കിച്ചുവിന് ബൈക്ക് വാങ്ങി നൽകിയത് സുധിയുടെ സമ്പാദ്യത്തിൽ നിന്നാണെന്നും അതിൽ തനിക്ക് യാതൊരു ലാഭവും ഉണ്ടായിട്ടില്ല എന്നും രേണുവിൻ്റെ വാദം പല രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് ഇവിടെ വഴിവെച്ചിരിക്കുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമല്ല, മറിച്ച് സുധിയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന തുക കിച്ചുവിൻ്റെ ആഗ്രഹപ്രകാരം ബൈക്ക് വാങ്ങാൻ മാറ്റിവെക്കുകയായിരുന്നു. അല്ലാതെ കടബാധ്യതകൾ തീർക്കാനോ മറ്റൊന്നും രേണു ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ വിവാദങ്ങളാണ്. എന്നാൽ തനിക്കെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് രേണു വികാരാധീനയായാണ് പ്രതികരിച്ചത്. അതേസമയം കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന്മേൽ മകനുള്ള അവകാശമാണോ അതോ കുടുംബത്തിലെ തർക്കമാണോ ഇതെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ശക്തമാണ്. കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവർക്ക് ഈ വാർത്തകൾ വലിയ സങ്കടമാണ് നൽകുന്നത്. പണത്തേക്കാൾ സ്നേഹത്തിന് വില നൽകിയിരുന്ന സുധിയുടെ കുടുംബം വീണ്ടും ഒരുമിക്കുമോ അതോ ഈ വഴക്ക് തുടരുമോ എന്ന് ഇനി കണ്ടറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.